അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ലാപ്ടോപ്സ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പം സെയിലോ കാര്യങ്ങളോ പ്രത്യേകിച്ച് നടക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഓഫറോ ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ആമസോണിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രൈസിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഓഫർ സമയത്തും ഇതുപോലൊക്കെ തന്നെയാണ് പ്രൈസിൽ വേരിയേഷൻ വരുന്നത്. ചെറിയ ഡിഫറൻസ് ഒക്കെയാണ് അന്നേരം കൊടുക്കുന്നത്. പിന്നെ ആ സമയത്ത് കൂടുതലുള്ളത് കാർഡ് ബേസ്ഡ് ഓഫറാണ്. അപ്പോൾ കാർഡിൻ്റെ ഓഫർ കൂടെ നമുക്ക് ഈ സെയിലിൻ്റെ സമയത്ത് കിട്ടും. ഇപ്പം നിലവിൽ സെയിലല്ലാത്തതുകൊണ്ട് കാർഡിലുള്ള ഓഫറുകളൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷേ എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ആപ്ലിക്കബിൾ ആവും. പക്ഷേ നമ്മൾ ഡിസ്കൗണ്ടിന് വേണ്ടിയല്ല ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു റേഞ്ചിൽ കുഴപ്പമില്ലാന്ന് തോന്നിയ കുറച്ച് ലാപ്ടോപ്സാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് ആസൂസിൻ്റെ വിവോ 15 ബുക്കാണ്. ഇത് ഒരു ഹെവി ലാപ്ടോപ്പ് ഒന്നുമല്ല, ഒരു നോർമൽ കേസിലുള്ള യൂസേജിന് മാത്രമുള്ള ലാപ്പാണ്. കാരണം സെൽറോണിൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കൊള്ളില്ല എന്നുള്ള രീതിയിലല്ല, പക്ഷേ ഒരു ഹെവി യൂസേജ് പ്രോഗ്രാമിങ് അങ്ങനെയുള്ള വലിയ ഗ്രാഫിക്സ് വർക്കൊന്നും പറ്റില്ല. ഒരു നോർമൽ യൂസേജിനൊക്കെ പ്രത്യേകിച്ച് പഠിക്കുന്നവർക്കും അങ്ങനെയൊക്കെയുള്ള പ്രോജക്റ്റ് ചെയ്യുന്നവർക്കും കുഴപ്പമില്ലാത്ത ലാപ്ടോപ്പാണ്. ഇതിൽ വരുന്നത് 8GB റാമാണ്, 512 GB SSD ഉണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡൊന്നുമില്ല, പക്ഷേ നോർമൽ ഇതിലുള്ള ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വില വരുന്നത് ഇപ്പോഴത്തേതനുസരിച്ച് 26,000 രൂപയാണ് ഇതിന് വില കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ പ്രൈസ് ഹിസ്റ്ററി നോക്കുമ്പം കാണാം 31,000 രൂപ വരെ ഹൈ പ്രൈസ് വന്നിട്ടുള്ള ലാപ്പാണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്താണ് ഈ ലെവലിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 24,000 വരെ, അതായത് 1000 രൂപ കൂടെ കുറഞ്ഞ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളൂ. ആവറേജ് എപ്പോഴും 28,000 രൂപ നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇപ്പം കാണിച്ചിരിക്കുന്ന പ്രൈസും വലിയ കൂടുതലൊന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് കാർഡ് ഓഫർ കിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ സെയിൽ അല്ലാത്തതുകൊണ്ട് കാർഡിന് ഓഫർ കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അല്ലാത്ത രീതിയിൽ കുഴപ്പമില്ലാത്തൊരു പ്രൈസ് റേഞ്ചാണ്. കാരണം 28 ആവറേജിലുള്ളതിൽ നമുക്ക് 25-26 കിട്ടും. അപ്പം അത് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് കാർഡിൻ്റെ ഓഫറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ധൃതിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെയിലിൻ്റെ സമയത്ത്, അതായത് ഒക്ടോബറിൽ വരുന്ന സമയത്ത് മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടും. ഈ പറഞ്ഞാൽ 24,000 ഏകദേശം ആ റേഞ്ച് വരികയും ചെയ്യും. കാർഡിൻ്റെ ഓഫറോടെ കിട്ടും. പക്ഷേ ഇപ്പോൾ അത്യാവശ്യക്കാരാണെങ്കിൽ ഇത് കുഴപ്പമില്ലാത്ത ലാപ്പാണ് ആ യൂസ് കേസ് അനുസരിച്ച്. അടുത്ത് വരുന്നത് HP ലാപ്പാണ്. ഇത് കുറച്ചുകൂടെ സ്പെക്സ് കൂടിയ ലാപ്പാണ്. AMD Ryzen 3 പ്രോസസ്സറൊക്കെ വരുന്നതാണ്. 512 തന്നെയാണ് സ്റ്റോറേജ്, 8GB റാമാണ്. ഇതിൻ്റെ വില വരുന്നത് 31,420 രൂപയാണ്. അതും നമ്മൾ ആവറേജ് നോക്കുകയാണെങ്കിൽ 36,990 ആവറേജ് റേറ്റ്. ലോസ്റ്റ് വന്നിരിക്കുന്നത് 29, അതായത് 30,000 രൂപ വരെ വന്നിട്ടുണ്ട്. ഏകദേശം 1,400 രൂപ ഡിഫറൻസ് കൂടെ ഉണ്ട്. അപ്പം പ്രൈസ് റേഞ്ചിലും ഇതും ഈ പറഞ്ഞ വലിയ കൂടുതലല്ല, പക്ഷേ ആവറേജ് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണ്. പക്ഷേ ഡിസ്കൗണ്ട് നോക്കുമ്പം 1,500 രൂപ ഡിസ്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യുന്ന സമയത്ത് ശ്രമിച്ചാൽ കിട്ടാവുന്നതാണ്. ഈ പറഞ്ഞ കാർഡ് ഓഫറും കൂടെ അപ്ലിക്കബിൾ ആകുമ്പോഴത്തേന് കുറച്ചുകൂടെ കുറയും. പക്ഷേ പ്രൈസ് വൈസ് നോക്കുമ്പോഴത്തേന് ആവറേജ് പ്രൈസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചാണ്. പിന്നെ യൂസേജ് നോക്കുമ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അത്യാവശ്യം വേണ്ട ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെവി ലാപ്പല്ല, കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും 31,000 രൂപയ്ക്ക് നമുക്ക് ഗെയിമിംഗ് ലാപ്പൊന്നും കിട്ടില്ല. പക്ഷേ എങ്കിലും സാധാരണ രീതിയിലുള്ള യൂസ് കേസിന് കുഴപ്പമില്ലാത്ത ലാപ്പാണ്. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് ഏസറിൻ്റെ ആസ്പയർ ലൈറ്റ് 13 ആണ്. അത് വരുന്നത് i3 ആണ് പ്രോസസ്സർ വരുന്നത്. പിന്നെ 8GB റാം, 512 തന്നെയാണ് SSD, ഫുൾ HD ഡിസ്പ്ലേ, ഫുൾ മെറ്റൽ ബോഡി. ഓക്കെ, ഇതും വലിയ കുഴപ്പമില്ലാത്ത ലാപ്പാണ്. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 34,000 അടുത്ത് വരുന്നുണ്ട്. ആവറേജ് പ്രൈസ് വരുന്നത് 35,561 ലോവസ്റ്റ് 31,000. അപ്പം ലോവസ്റ്റ് ഈ പറഞ്ഞ പോലെയാണ് 2,000 രൂപയുടെ ഡിഫറൻസ് ലോവസ്റ്റ് നമ്മൾ റേഞ്ച് നോക്കുമ്പോഴത്തേനുണ്ട്. അപ്പം സെയിലിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ നെക്സ്റ്റ് സെയിലിൽ ഈ പ്രൈസിൽ അല്ലെങ്കിൽ ഇത് താഴെ തന്നെ കിട്ടും നിങ്ങൾക്ക്. പിന്നെ കാർഡ് ഓഫറോട് ആപ്ലിക്കബിൾ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ 2,000 രൂപ. കാർഡിൻ്റെ ഓഫറോട് ആപ്ലിക്കബിൾ ആണെങ്കിൽ എന്തായാലും 3,000-3,500 രൂപ ഡിസ്കൗണ്ട് നെക്സ്റ്റ് സെയിലിൽ കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ പ്രൈസ് നോക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലിയ ഡിഫറൻസ് അല്ല, പക്ഷേ കുഴപ്പമില്ലാത്ത പ്രൈസാണ് ഇപ്പോഴും. സെയിലിൻ്റെ സമയത്ത് ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കിട്ടും. അപ്പോൾ ഈ ലാപ്പ് ഈ പറഞ്ഞതാണ് നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ വർക്ക് നടത്താൻ യൂസ് ചെയ്യാം. പിന്നെ സ്റ്റഡിക്കാണേലും ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ വർക്കിനൊക്കെയാണെങ്കിലും കുഴപ്പമില്ലാത്ത ലാപ്പാണ്. പക്ഷേ വലിയ ഗ്രാഫിക്സ് വർക്കുകളും കാര്യങ്ങളൊന്നും ഇതിൽ ഒരുപാട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള യൂസ് കേസിനല്ല ഇത്. നമ്മളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് പ്രോജക്റ്റൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ ഇത് കുഴപ്പമില്ലാത്ത ലാപ്പാണ്. പിന്നെ പ്രൈസിൻ്റെ കേസിൽ നിങ്ങൾ നെക്സ്റ്റ് സെയിലിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടും. അടുത്തത് വരുന്നത് HP 14 Intel i3 ലാപ്പാണ്. അതും 8GB റാം തന്നെയാണ്, 512 ആണ് SSD, i3 ആണ് പ്രോസസ്സർ. ഇതും ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ ഹെവി യൂസേജിനൊന്നും പറ്റുന്ന ലാപ്പല്ല. യൂസേജിന് പറ്റില്ല എന്നല്ല നമ്മൾ, പക്ഷേ ആ ഒരു സ്മൂത്തായിട്ടൊന്നും പെർഫോം ചെയ്യില്ല.
പക്ഷേ ഒരു സ്റ്റഡി പർപ്പസിനും പ്രോജക്റ്റ് ബേസിലുള്ള നോർമൽ യൂസ് കേസിന് കുഴപ്പമില്ലാത്ത ലാപ്പാണ്. കാരണം നമ്മൾ പറഞ്ഞതെല്ലാം ഏകദേശം 50,000 താഴെയുള്ളതാണ്. 50,000 താഴെയുള്ളതിലൊന്നും വലിയ ഗ്രാഫിക്സ് ഉള്ളതൊന്നും കാര്യമായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലുള്ള ഇതൊന്നും ഒരു നോർമൽ യൂസ് കേസിനുള്ളതാണ്. അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നതും 37,590 രൂപയാണ്. അതും ആവറേജ് വരുന്നത് 39,000. ലോവസ്റ്റ് വന്നേക്കുന്നതും ഈ സെയിം പ്രൈസ്, അതായത് 37,490 ലോവസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇപ്പം കൊടുത്തിരിക്കുന്നതും 37,590. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് വൈസിൽ ഇതിപ്പം നോർമലി എപ്പോഴും കൊടുക്കുന്ന ഓഫർ തന്നെയാണ്. പിന്നെ ഒരു ഗുണമുള്ളത്, നിങ്ങൾ നെക്സ്റ്റ് സെയിലിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ കാർഡ് ഓഫർ കൂടെ കിട്ടും. അല്ലാതെ ഒരു വലിയ ഡിസ്കൗണ്ട് ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം ഓൾറെഡി 37,490 തന്നെ അടുത്താണ് വന്നേക്കുന്നത് ഈ വില, നിങ്ങൾ നോക്കിയാൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ കാർഡിൻ്റെ ഓഫർ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇപ്പം മേടിച്ചാലും കുഴപ്പമില്ലാത്ത ലാപ്ടോപ്പാണ്. ഇപ്പോൾ ലാസ്റ്റ് വരുന്നത് നമ്മുടെ HP തന്നെയാണ്. HP ലാപ്ടോപ്പാണ് 15S. ഇത് AMD Ryzen 5 ആണ്. കുറച്ചുകൂടെ നല്ല പ്രോസറാണ്. AMD Radeon ഗ്രാഫിക്സ് 720. അത്യാവശ്യം ഗ്രാഫിക്സും ഉണ്ട്. ഭയങ്കര ഗ്രാഫിക്സ് അല്ല, അത്യാവശ്യം ഒരു ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 16 GB RAM ആണ്. 512 GB SSD. അപ്പോൾ ഇതും കുറച്ച് സ്പെക്സ് കൂടിയതാണ്. ഇത് ഏകദേശം മറ്റേ ലാസ്റ്റത്തൊക്കെ നോക്കുന്നതിലും മറ്റേ നമ്മളെല്ലാം നോക്കിയത് 8 GB റാമിൻ്റെയാണ്. ഇത് 16 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാം വൈസിലും ബെറ്ററാണ്. പിന്നെ ഗ്രാഫിക്സ് കാർഡും ഉണ്ട്. ഒരു ബേസിക്കല്ല AMDയുടെ ഗ്രാഫിക്സ് കാർഡും ഉണ്ട്. Ryzen 5 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 40,000 ആണ്. 40,800 ആണ്. ആവറേജ് വന്നിരിക്കുന്നത് 46,867. അപ്പോൾ അതുകൊണ്ട് ആവറേജ് വെച്ച് നോക്കുമ്പോൾ 6,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ ലോവർ വന്നേക്കുന്നത് 40,000. അപ്പം ലോവസ്റ്റ് പ്രൈസ് ഇതുമായിട്ട് നോക്കുമ്പോഴത്തേന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഉള്ളത് ഇതിനേക്കാളും കുറവെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ ലാഭം തന്നെയാണ്. ഇപ്പോൾ മേടിച്ച് കഴിഞ്ഞാലും നെക്സ്റ്റ് സെയിലിൽ കാർഡിൻ്റെ ഒരു ഓഫറോടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതേ ഉള്ളൂ. നെക്സ്റ്റ് സെയിലും എന്തായാലും ഈ ഒരു പ്രൈസിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ തന്നെ വരത്തുള്ളൂ. ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഇപ്പം മേടിച്ചാലും ഇത് കുഴപ്പമൊന്നുമില്ല. കാർഡിൻ്റെ ഓഫർ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം കുറച്ചുകൂടെ ഹെവി വർക്കുകൾ ചെയ്യാനായിട്ട് ഈ ലാപ്ടോപ്പ് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വീഡിയോ എഡിറ്റിംഗ് ഭയങ്കരമായിട്ടുള്ളതെന്നല്ല പറയുന്നത്. അത്യാവശ്യം ചെറിയ എഡിറ്റിംഗ് വർക്കുകൾക്കും പ്രത്യേകിച്ച് സ്റ്റഡി ആയിക്കോട്ടെ, പ്രോജക്റ്റ് ബേസുള്ള കാര്യങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല ലാപ്ടോപ്പാണ്. അപ്പം ഈ ഒരു വിലയ്ക്ക് ഇതിപ്പം നമുക്ക് മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ 5 ലാപ്പാണ് ചെക്ക് ചെയ്തത്. അപ്പം വേറെ കുറച്ച് പ്രൊഡക്ട്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.